ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പിഗാമ സ്റ്റോറീസ്. ഇന്നും മിന്നുത്താത്ത ഇല്ല കേട്ടോ. ചെറിയൊരു ഇടവേളയാണ് മിന്നുത്താത്ത. സാങ്കേതിക കാരണങ്ങളാൽ മിന്നു ചെറിയൊരു റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ നമ്മളെ ബാക്കിലത്തെ പ്ലേസ് നോക്കിക്കേ. ഇവിടെ വന്ന ആൾക്കാർക്കൊക്കെ ഇതിനെ ഏകദേശമൊക്കെ അറിയായിരിക്കും ഈ സ്ഥലം കണ്ടിട്ട്. വയനാടിൻ്റെ പിന്നെ ഏറ്റവും നല്ല ഹയസ്റ്റ് പ്ലേസാണ് 900 കണ്ടി. പക്ഷെ ഇപ്പം നമ്മളുള്ളത് 900 കണ്ടീൻ്റെ എൻട്രൻസിലല്ല, കുറച്ചുകൂടി കയറാനുണ്ട്. ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ കയറാനുണ്ട്. പക്ഷെ നമ്മളെ കൂടെ ഇപ്പോൾ ഒരു ചങ്ക് ബ്രോസിന് കിട്ടിയിട്ടുണ്ട്. ഒരാളെ എങ്ങുവാ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തേ. എൻ്റെ പേര് സഫ്വാൻ എന്നാണ്. എവിടെ സ്ഥലം? ശരിക്കും ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. അടുത്താള് നമ്മളെ വയനാടായിരുന്നു. വയനാട് എവിടെയാ? മാനന്തവാടി. അപ്പോൾ ഇവർ കൂടി ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ ഇപ്പം ടോപ്പിലേക്ക് കയറാൻ. പിന്നെ മാനന്തവാടിക്കാരനാണ്. അപ്പോൾ ഇവരാണ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നത്. ഇവിടെ അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. മെയിനായിട്ട് അതാണ് ഇത് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം തന്നെ. അപ്പോൾ നമ്മൾക്ക് മുകളിലോട്ട് കയറാം. ഫുൾ ഓഫ് റോഡാണ്. മാക്സിമം നമ്മൾ ഓഫ് റോഡ് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡ് ഓഫ് റോഡൊക്കെ തന്നെ. പക്ഷേ ഇത് ഭയങ്കര അപാര ഓഫ് റോഡ് എന്നൊന്നും പറയാനില്ല കേട്ടോ. 900 കണ്ടിനെ കുറിച്ചൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ വ്ളോഗിങ്ങൊക്കെ നോക്കിയ സമയത്ത് ഭയങ്കര ഓഫ് റോഡ് ഭയങ്കര സംഭവം എന്നൊക്കെ പറയുന്നു അല്ലേ? എങ്ങനെയുണ്ട് ഓഫ് റോഡ്? എങ്ങനെ അഡ്വഞ്ചർ 390 ഒക്കെ എടുത്തിട്ട് വന്നത് എങ്ങനെയുണ്ട് ഓഫ് റോഡ്? കുഴപ്പമില്ല, അത്രയല്ലേ ഉള്ളൂ. ശരിക്കും കോൺക്രീറ്റ് സെറ്റ് ചെയ്ത് തലിക്കത്തില്ലേ? കോൺക്രീറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഇതാക്കിയതുകൊണ്ട്, കോൺക്രീറ്റ് സെറ്റ് ചെയ്ത് റോഡൊക്കെ വണ്ടി പോകാനുള്ളൊരു പാകത്തിലാക്കിയത് കൊണ്ട് മാത്രം വലിയൊരു ഓഫ് റോഡ് ഫീൽ ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടി നല്ലത് പിന്നെ നമ്മുടെ കുടജാദ്രിയൊക്കെയാണ്. കുടജാദ്രി ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പുളി ഓഫ് റോഡാണ്. അത് 8.5 കിലോമീറ്ററോളം ഓഫ് റോഡ് ഉണ്ട്. ഇവിടെ ഇപ്പം 4 കിലോമീറ്റർ പെട്ടെന്ന് കഴിഞ്ഞു. കുറച്ച് സ്ഥലങ്ങളിൽ ഭയങ്കര ഒരു സ്ലിപ്പായി കളിക്കുന്ന ഒരു ഇതുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വേറൊരു കാര്യം എന്ന് വെച്ചാൽ സംഭവം ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാനൊക്കെ ഉണ്ട്. എൻജോയ് ചെയ്യാൻ ഫാമിലി ആയിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല. ശരിക്കും ഫോറസ്റ്റ് വൈൽഡ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വരാം. പിന്നെ ചില യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോ കണ്ടു. വരുന്ന സമയത്ത് ജീപ്പുകാർ വന്നിട്ട് നമ്മുടെ പിന്നെ വണ്ടീൻ്റെ ക്രോസ് ഇടുന്നു. അങ്ങനെ ഒരു എടാ ചെക്ക എന്നെ കാണില്ലേ, വണ്ടി ക്രോസ് ഇടുന്നു. പിന്നെ അവർ വന്നിട്ട് ഭയങ്കര നമ്മളെ ബൈക്ക് റൈഡേഴ്സിനെ ഒരു ഇതാക്കുന്ന അങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഫേക്കാണ്. അതൊക്കെ ഓരോരാളുടെ ക്യാരക്ടർ അനുസരിച്ചിരിക്കും. അത്രേ ഉള്ളൂ. അത്രേ നമുക്ക് പറയാം. കാരണം നമ്മൾ 2 ബൈക്കേഴ്സ് ഒന്നും ഇവിടെ ഇനിയും കുറേ ബൈക്കേഴ്സ് ഇതേപോലെ വന്നിട്ട് പോയിട്ടൊക്കെ ഉണ്ട്. അപ്പം ആ സമയത്തൊന്നും ഇത്ര ഒരു ഇങ്ങനെ അവരുടെ അടുത്ത് നിന്ന് ബാഡ് ഫീൽ ഒന്നുമില്ല. നമ്മൾ വന്ന സമയത്ത് അവർ സൈഡ് ഒതുക്കി തന്നിട്ടായിരുന്നു. നിങ്ങൾ എങ്ങനെ പ്രോപ്പറായിട്ട് റൈഡ് ചെയ്യുന്നോ അതുപോലെ അവർ നമ്മളെ അടുത്ത് ബിഹേവ് ചെയ്യും. അത്ര തന്നെ. ഇവിടെ വന്ന ആൾക്കാർ എങ്ങനെയുണ്ട്? ജീപ്പ് ടീം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ആക്കിയിട്ടില്ലല്ലോ. സൈഡൊക്കെ തന്നിട്ടുണ്ടല്ലേ? ഓക്കെ.
സൈഡൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ 900 കണ്ടി പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി അല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇത് ഇവിടെ നമ്മളിപ്പോൾ ഫോറസ്റ്റ് ഇതിൻ്റെ മാക്സിമം ടോപ്പിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പം പെർമിറ്റ് എടുത്തിട്ട് മാത്രമേ പോകാൻ പറ്റൂ. നമുക്ക് ഫോറസ്റ്റിൻ്റെ പെർമിഷനും കൂടി എടുക്കണം. മാക്സിമം ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ 900 കണ്ടിയുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളതൊരു പുഴയാണ്, നല്ല അടിപൊളി, നല്ല പാറക്കല്ലൊക്കെ എടുത്താൽ. ഇതെന്താ സംഭവം, ഇത് മരമല്ല കേട്ടോ, കൊത്ത് പണിയെടുത്ത പോലെയുണ്ട്. വെള്ളമെല്ലാം ഇങ്ങനെ ഒലിച്ചൊലിച്ച് വന്നതായിരിക്കും. ഇതിലേക്കൂടെ വേറെ അടുത്തേക്ക് വഴിയുണ്ട് അല്ലേ, ജീപ്പ് പോകുന്നത് ഈ പുഴയിൽ ഇതിലേക്കൂടെ. ഓക്കെ, ഇത് ഈ വഴി കാണുന്നത് ഇതിങ്ങനെ തന്നെ ജീപ്പ് പോകുന്ന വഴിയാട്ടാ. കാരണം അത് അങ്ങോട്ടേക്ക് അതൊക്കെ ഫോറസ്റ്റിനുള്ളിലേക്കായിരിക്കും, വിത്ത് പെർമിഷൻ ആയിരിക്കും അല്ലേ. ശരിക്കും പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എന്താ പറയുക, ഒന്നും പറയാനില്ല, അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഇവിടുത്തെ കാണാനൊക്കെ. ശരിക്കും കാടിൻ്റെ ഒരു ഉള്ളിൽ പോയിട്ടുള്ള നമ്മളെ അരുവി എന്ന് പറയുമല്ലോ, നമ്മുടെ വീഡിയോകളിലൊക്കെ നമ്മൾ കാണുന്ന അരുവി എന്ന് പറയാം. ഈ പുഴ, ഇതിനെ പുഴയെന്നൊരിക്കലും പറയാമെങ്കിൽ അരുവിനെ പറയാൻ പറ്റും. അപ്പം നമ്മൾ ഇവിടെ 900 കണ്ടി, ഞാൻ എന്തായാലും പറഞ്ഞല്ലോ ഇവിടുത്തെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് വെച്ചാൽ, നമുക്കിവിടെയുള്ള രാധാകൃഷ്ണേട്ടനോടാണ് ചോദിക്കാം എന്താണ് ശരിക്കും ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ. ശരിക്കും എന്താണ് ഇവിടെ കാണാനുള്ളത്? ഇവിടെ ശരിക്കും കാണാൻ ഒന്നുമല്ല, ഇവിടുത്തെ പ്രകൃതിയാണ്, നേച്ചർ തന്നെയാണ്. ഫോറസ്റ്റ് തന്നെയാണ് കാണാനുള്ളത്. വേറെ അഡ്വഞ്ചർ ആയിട്ടുള്ളത്, അഡ്വഞ്ചറസ് ആയിട്ട് കാണാനൊന്നുമില്ല. അഡ്വഞ്ചറസ് എന്ന് പറഞ്ഞാൽ ഈ ട്രാക്കാണ്, നിങ്ങൾ വരുന്ന ട്രാക്ക് ഇതന്നെ. ഇതന്നെ. ഇതിപ്പോ കോൺക്രീറ്റ് ചെയ്തിട്ട് അഡ്വഞ്ചറസ് ഒക്കെ പോയി. ആക്ച്വലി ഇതല്ലേ, ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അഡ്വഞ്ചറസ് ആയിട്ട് കിടന്ന ഏരിയ. ഇതിപ്പം ആരാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്, പ്രൈവറ്റ് അതോ? ഇത് പഞ്ചായത്ത് റോഡാണ് നിങ്ങൾ വരുന്നത്. ഇത് പഞ്ചായത്ത് റോഡാണ്. പഞ്ചായത്ത് റോഡാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊക്കെ, പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഫോറസ്റ്റിന്റെ ലാൻഡിലേക്കാണ് നിങ്ങൾ പിന്നെ എൻട്രി ചെയ്യാൻ പോകുന്നത്. ഇത് ഈ റോഡ് പണ്ട് മുതൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇവിടെ മേജർ തോട്ടങ്ങൾ കുറെ ഫോറസ്റ്റ് ആയി മാറി. അപ്പൊ ഇതിപ്പോ ഫോറസ്റ്റിന്റെ അണ്ടറിൽ പോയി ഈ ഭൂമിയൊക്കെ. പക്ഷെ നിലവിൽ റോഡ് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതുപോലെ ഇപ്പം ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് നല്ല കാര്യം. പക്ഷെ വന്നെന്താ സംബന്ധിച്ച് ഇവിടെ മുഴുവനും പ്രകൃതി നശിപ്പിക്കുക, പുഴയിലിറങ്ങുക, കുപ്പി വേസ്റ്റ് ഡംപ് ചെയ്യുക, അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതോടെ അപ്പം ശരിക്കും വരുന്നവർക്ക് അറിയില്ല പ്രൈവറ്റ് ഏരിയ ഏതാണ്, ഫോറസ്റ്റ് ഏരിയ എന്ന് അറിയില്ല. അപ്പം ഇപ്പോൾ റീസെൻ്റായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് താഴെ ഒരു ഗേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം അതിന് മേലെ ഇവിടേക്ക് വരുന്ന 3-4 തോട്ടങ്ങളേ ഉള്ളൂ, അവർക്ക് ഇവിടെ എൻട്രി ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു റിസോർട്ടോ ഇവിടെ ഹോം സ്റ്റേ സെന്ററുകളുണ്ട്. ഈ വഴി തന്നെ. ഇവിടെ നിങ്ങൾ 10 ഗ്രാം കെട്ടുണ്ടാവില്ല. 10 ഗ്രാം ഇതിന്റെ ടോപ്പിലാണ് അവരുടെ ലാസ്റ്റ് പ്രോപ്പർട്ടി വരുന്നത്. താഴെ മുതലേ ഉണ്ട് അവർക്ക്. പക്ഷെ ഇത് അവരുടെ ഒരു സിപ്പ് ലൈൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് എവിടെയാ? സിപ്പ് ലൈൻ താഴെയാണ്, സ്കൈ പാർക്കിലാണ്. താഴെ നമ്മുടെ എൻട്രൻസിൽ. ഇവിടെ സ്കൈ പാർക്ക് 900 എന്ന് പറഞ്ഞു. പിന്നെ അതിനും താഴെയായിട്ട് വേറൊരു ബ്രിഡ്ജും കൂടിയുണ്ട്. അവിടെയും നിങ്ങൾ കാണാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. റോക്ക് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടല്ലേ? റോക്ക് ബ്രിഡ്ജ്. നിങ്ങൾ സ്കൈ പാർക്കിൽ പോയില്ലെങ്കിൽ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് അതൊരു ബ്യൂട്ടിഫുൾ ഏരിയ ആണ്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇവിടുന്ന് കാരാപ്പുഴ ഡാമും ദൂരേക്ക് കാണാൻ പറ്റും. നല്ല ടെറിബിൾ വ്യൂ ആണ് അവിടെ. ഫാമിലി വന്നാലും നഷ്ടമില്ലാത്ത രീതിയിൽ. ആക്ച്വലി ഇവിടെ നിന്നുള്ള ക്ലൈമറ്റ് ആണ് ഇവിടെ. ഇത് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. ആക്ച്വലി ഞങ്ങള് ഫാമിലി വ്ലോഗേഴ്സ് ആണ്. ഞങ്ങള് കണ്ണൂരാണ്, തളിപ്പറമ്പ്. കണ്ണൂരാണ് ഫാമിലിയാണ്. പക്ഷെ ഇപ്പൊ ഈ ഒരു അഡ്വഞ്ചർ എന്നൊക്കെ യൂട്യൂബേഴ്സ് കണ്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫാമിലി വരുന്നുണ്ട് ഒരുപാട് പേര്. ഇതൊരു റീസെന്റ് ആയിട്ട് വയനാട്ടിലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരെ കയറാണെങ്കിൽ ടിക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇങ്ങോട്ട് ടിക്കറ്റ് അവിടെ എൻട്രി ഫീ ഉണ്ട് നിങ്ങൾക്ക്. അവിടെ ഈ പാർക്കിൽ 200 റുപ്പീസ് എൻട്രി ഫീ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾ ഇങ്ങോട്ട് ഒരു ഓഫിന്റെ പ്രതീതി വരുന്ന ഇടത്തേക്ക് വരുമ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അവിടെ നിന്ന് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഗസ്റ്റുകൾക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ ഉള്ളവരുടെ റിസ്ക് ആണ്. എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളാണ് ഇവിടെ ഉള്ളവർക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പം അവര് ഞങ്ങൾക്ക് താക്കോല് തന്നിരിക്കുകയാണ്. മനസ്സിലായോ? താക്കോല് വന്നിട്ടുണ്ട്, റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ വിഷയങ്ങൾ ഉള്ളത് കൊണ്ട്. പക്ഷേ ഇവിടെ ഏല ബ്ലൂംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോം സ്റ്റേ സെന്ററും കൂടി ഉണ്ട്. അവരുടെ ഗസ്റ്റുകൾ വരുന്നുണ്ട്, മേലെ വരുന്നുണ്ട്. റീസെന്റ് ആയിട്ട് അങ്ങനെ പോകുന്നു. പിന്നെ നമുക്ക് കറക്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് ഇവിടെ, എന്തൊക്കെയാണ് ഇവിടെ, പിന്നെ ശരിക്കും ഇവിടത്തേക്ക് വരുന്ന പേർപ്പസ് എന്താണ് ഒക്കെ നമുക്ക് രാധാകൃഷ്ണൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഇവിടെ ഹോം സ്റ്റേ ഒക്കെ ആയി വരുന്ന ആൾക്കാർക്കാണ് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. അല്ലാത്ത ആൾക്കും ബെനിഫിറ്റ് ഒക്കെ ഉണ്ടാവും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു പിള്ളേഴ്സൊക്കെ ബൈക്ക് റൈഡേഴ്സൊക്കെ വന്നിട്ട് അടിച്ചു പൊളിച്ച് പോകാമെന്നല്ലാതെ അങ്ങനെയൊക്കെയും കാര്യമായിട്ട് ഇതിനുള്ളൂ. അല്ലാണ്ട് ഭയങ്കര നമ്മൾ യൂട്യൂബേഴ്സ് പറയുന്ന അത്ര ഇതില്ല. എന്നിരുന്നാലും
ഇവിടെ ഒരുപാട് ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. ഹോം സ്റ്റേ ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് നമുക്ക് 100% ഓക്കെ ആട്ടോ, ഒരിക്കലും മിസ് ചെയ്യില്ല. കാരണം അതിൻ്റെ മോർണിംഗുള്ള വൈബും ആ കാര്യങ്ങളൊക്കെ ഇവർ കൃത്യമായിട്ട് നമുക്ക് ഗൈഡ് ചെയ്ത് പറഞ്ഞ് നമുക്ക് എൻജോയ് ചെയ്യിപ്പിച്ച് തരും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് എന്തൊക്കെയില്ലേ നോക്കാം. ഓക്കെ, ഹലോ. അപ്പം രാധാകൃഷ്ണേട്ടൻ നമുക്ക് അവിടെ നിന്ന് പറഞ്ഞത് സ്കൈ പാർക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് രാധാകൃഷ്ണേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നാൽ ശരിക്കും നമുക്ക് മുതലാവുന്നത് ഈ സ്കൈ പാർക്ക് തന്നെയാണ്. ടിക്കറ്റ് വരുന്നത് പെർ ഹെഡ് 200 ആണ്. ഇതിലിപ്പം ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ 3 ടോപ്പ് വ്യൂ പോയിൻ്റ് ഉണ്ട്, റോപ്പ് പ്ലേ ഏരിയ ഉണ്ട്, റൈഫിൾ ഷൂട്ടിങ്, അങ്ങനെ കുറച്ച് ഒരു 5-6 ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് ഇവിടെ വന്നാലും ഒരിക്കലും നഷ്ടമാവില്ല. അപ്പോൾ നമ്മളവിടുത്തെ എങ്ങനെയുണ്ട് നോക്കട്ടെ. സാരി ഇപ്പോൾ സാരി അയ്യോ സാരി വീഴാൻ പോവാണ്. ചെറിയ കുട്ടികളെ പോലെ സാരി. ശരിക്കും മുതലാളി ഇതാട്ടോ, ഈ പ്ലേ ഗ്രൗണ്ടും പിന്നെ മുകളിൽ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ഇവിടെ 2 ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ഇത് ഇവർ പറയുന്നത് 100% പ്യൂർ ഗ്ലാസ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് പോയി നോക്കാം 100% പ്യൂർ ഗ്ലാസ് ആണോ എന്നില്ല. താഴെ ഫൈബർ എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ വന്ന ആൾക്ക് എന്തായാലും ഇതായിരിക്കും, ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പ്ലേ ഗ്രൗണ്ടും ഉണ്ട്, പിന്നെ അത്യാവശ്യം കാണാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. കുറച്ച് കിട്ടി സിമ്പിൾ വീയാത്തന്തേ അതാ പണി. നിങ്ങളെ ഫോൺ എടുത്താ ഫോൺ നിലത്ത് ഇത് കുറച്ച് ചെറിയ ടാസ്ക് ഉണ്ട്. സ്ലോലി നടക്കും. സാരി അങ്ങനെ പറയാം. കംപ്ലീറ്റ് നടക്കൂല മോനെ. സാരി ഞാൻ നടന്ന പോലെ വീണ എന്നെ പറയണ്ടട്ടാ. ഒരു മിനിറ്റ് കോള് വന്നിട്ട് ജിമ്മിൽ കാര്യമില്ല അവന്. അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് അനസ് ബ്രോ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നല്ല ഇനിയും വരാണ്ട് എത്ര കേട്ടോ. ഫാസ്റ്റ് പുറത്തിരുന്ന് ഫുള്ള് ഡയലോഗ് ആയിട്ട് ഫെയിലാവില്ലേ നീ? മെഡിക്കൽ ഒന്നുമില്ല, മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പുറം കയറി സിമ്പിൾ. അപ്പുറം വളരെ സ്ലോലി ആക്കുക, സ്ലോലി കേട്ടോ, വളരെ പതുക്കെ.
പിന്നെ ടോപ്പിൽ പിടിക്ക്. അന്നിതാ വളരെ അഡ്വഞ്ചറസ് ആയിട്ട് അപ്പുറം കിടക്ക്, ഒരു സ്റ്റെപ്പെങ്കിലും കിടക്ക്. അപ്പം ഞാനാ വെട്ടിട്ടാ ഇല്ല നടക്കൂലേ? കമോൺ കമോൺ കമോൺ, 2 സ്റ്റെപ്പ് കയറി. അപ്പം നമ്മുടെ അഡ്വഞ്ചർ പ്ലേ സോൺ എന്ന് വേണമെങ്കിൽ പറയാം. അഡ്വഞ്ചർ പ്ലേ സോണിൽ അനസ്കൊക്കെ പരാജയപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടു സാലികൊക്കെ വളരെ സാഹസികമായി അഡ്വഞ്ചറസ് ആയിട്ട് മുകളിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ നെക്സ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അടിപൊളിയായിട്ടാ, പൊളി എന്ന് പറഞ്ഞാൽ പൊളി, ഒരു രക്ഷയില്ല. ഇതെന്ത് സംഭവം? ക്രിക്കറ്റിൻ്റെ ക്രിക്കറ്റ് പിച്ച്. ഇവിടെ ആളില്ല. അപ്പം നെക്സ്റ്റ് നമ്മൾ ക്രിക്കറ്റ് പിച്ചിലേക്ക് പോകണം കേട്ടോ. ക്രിക്കറ്റ് പിച്ച് എന്താ സംഭവം? ഇത് കോൺക്രീറ്റ് ആണല്ലോ അല്ലേ? കൊണ്ട് ഞാൻ പൊളിയാ, നീ ബാറ്റ് ചെയ്തോ. കൊണ്ട് ആദ്യമായിട്ടാണ് എന്താ പറയുക, വ്ളോഗേഴ്സ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടായിരിക്കും ലൈവ് ബോളിങ്. ഓക്കെ, നേരെ ക്യാമറ ഒക്കെ ഒന്ന് അടിച്ചേക്കല്ലേ. നെക്സ്റ്റ് ഞാൻ വണ്ടർഫുൾ ബോളിംഗ്. പറയാ മതി കേട്ടോ, ഒന്ന് മതി. ക്രിക്കറ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇവിടെ പിന്നെ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട്. ക്രിക്കറ്റ് ഗ്രൗണ്ടായിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു ഷൂട്ടിങ് കളിക്കാനില്ല. ഇതൊന്ന് തുറന്നു ബ്രോ, ഓപ്പൺ ആക്കി തരുന്നു. അനസ്കൊക്കെ ഇവിടെ ചെറിയൊരു എൻജോയ് ദ സ്വിങ് ആണല്ലേ, സോറി. ഓ അടിപൊളി പ്ലേസ് ആട്ടോ, ഒരിക്കലും നഷ്ടാവില്ല വന്നാൽ. പൂച്ച അടിപൊളിയാട്ടാ. പക്ഷികളൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷിക്കൂട്ടങ്ങൾ. ഇതെന്താന്ന് വെച്ചാൽ ഇത് പിന്നെ പക്ഷി കുറേ ഇങ്ങനത്തെ ലവ് ബേർഡ്സ് പോലത്തെ ചെറിയൊരു ഏരിയ. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് പക്ഷികളൊക്കെ ഇങ്ങനെ കാണാം, അത്രേ ഉള്ളൂ. ഇത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് അടുത്ത് തന്നെ എടുത്ത് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, 3 ടോപ്പ് വ്യൂ പോയിന്റും ഉണ്ട്. അപ്പം അത് അവിടത്തേക്ക് പോകാൻ എന്തായാലും. ഇത് വരുന്നത് കിഡ്സ് പ്ലേ ഏരിയ കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ കുട്ടിയല്ലേ, വലിയ ആളല്ലേ. അവിടെ നമുക്ക് വരാൻ പറ്റുമോ? ഓൺലി കിഡ്സ്. ഓക്കെ. പിന്നെ ടോയ്ലറ്റ്, അത് അടിപൊളി നല്ലൊരു ഫെസിലിറ്റി ആട്ടോ. ടോയ്ലറ്റും ഉണ്ട്, പിന്നെ കഫേ, ചെറിയൊരു കഫേ ഉണ്ട്. എന്തൊക്കെയുള്ളത് ഇവിടെ? ചിക്കൻ ബിരിയാണി. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ അവിടെ നിന്ന് എടുത്താൽ വരെ ഫുഡൊന്നും എടുത്തിട്ടൊന്നും വരണ്ട, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഉള്ളിൽ ഇരുന്നിട്ട് തന്നെ കഴിക്കാം. ഫാമിലിക്ക് ടോയ്ലറ്റൊക്കെ ഉണ്ട്. നോർമൽ റേറ്റ് ഒക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോവാം. നെക്സ്റ്റ് ഇവിടെ റൈഫിൾ ഷൂട്ടിങ്. നെക്സ്റ്റ് ഇവിടെ ഉള്ളത് റൈഫിൾ ഷൂട്ടിങ് ആട്ടോ. അതെങ്ങനെയുണ്ട് നോക്കാം. അടിപൊളിയായിരിക്കും. ഇത് ടോപ്പിൽ എത്തുമ്പോൾ താഴോട്ട് നല്ല വ്യൂ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നടക്കുന്ന ഓരോ ഏരിയയിലൊക്കെ ഭയങ്കരമായിട്ട് പിന്നെ റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയകളൊക്കെ ഉണ്ട്. ഷൂട്ട് എന്താ പരിപാടി എന്നാല് കുപ്പി പൊട്ടിക്കൽ. ഇതാ ഈ മൂന്ന് കുപ്പിയുണ്ടോ, കുപ്പി പൊട്ടിക്കൽ കേട്ടോ. വരുന്നുണ്ടാ? എങ്ങനെയുണ്ട് മനസ്സിൽ? പബ്ജിയിൽ ഒരുപാട് AWM അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്ന് അറിയില്ല. യൂട്യൂബാ ഷോ വേണ്ട, ലോഡ് ചെയ്തു, പ്രശ്നമില്ല. ഒരു പബ്ജിയിൽ മാത്രമേ ലോഡ് ചെയ്ത് ശരിയല്ലോ. ഡയറക്റ്റ്. ബ്രോന്റെ പേരെന്താ? വിഷ്ണു. എവിടെ സ്ഥലം? കൽപ്പറ്റത്തിനല്ലേ? ഇവിടെ കുറേ ആയോ? ഇത് ശരിക്കും ആരെങ്കിലും കൊള്ളോ? നിങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റും? കൊണ്ടുവരാ. ഒന്നും ആയിട്ടില്ല കേട്ടോ. ഒരാൾക്ക് എത്ര ഷൂട്ടാണ്? ഒരാൾക്ക് 2 ഷൂട്ട്. ഒരു ടിക്കറ്റിൽ അങ്ങനെ ഒരാൾക്ക് 2 ഷൂട്ടില്ല അല്ലേ? പല ഹെഡ് 2 ഷൂട്ട് അങ്ങനെ. ഓക്കെ. അനസേ ഇതെങ്കിലും അനസേ, ഇതോടെ അനസിന്റെ പബ്ജി മാത്രമേ ഉള്ളൂ എന്നറിയാം. നോക്കലേടാ അപ്പോ അപ്പുറത്തേക്ക് പോയി വരും.
ഞാൻ പണ്ടൊക്കെ നിന്നില്ല, ഇപ്പൊ കുറെ എക്സ്പീരിയൻസ് ഒക്കെ പോയില്ലേ, അതുകൊണ്ടാണ് ഇതിന്റെ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചോ. നിങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റുമോ? നമുക്കിത് ശരിക്കും ആവും നോക്കാലോ. എല്ലാരും ഇനി പറ്റിക്കാൻ സാധനം നോക്കല്ലേ, നിങ്ങൾക്കാവല്ലേ? നോക്ക് മാളെ അതെന്താ നിങ്ങൾ അങ്ങനെ രണ്ടെണ്ണം അങ്ങനെയൊന്നുമില്ല അല്ലേ? എയർ വേണ്ടേ? കറക്റ്റ് അലൈൻമെന്റ് ആണ്. ഈ തോക്കിന്റെ പേരെന്താ? എയർ ഗണ്ണ. ഷൂട്ട്. വാ പുളിയടാ. നെക്സ്റ്റ് നമ്മളെ പിന്നെ പണ്ട് കാട്ടിലനുസരിച്ച് ജീവിച്ച സമയത്ത് അമ്പൊക്കെ ഇട്ടിട്ടായിരുന്നു ബ്രോ, അമ്പും വില്ലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളെ അൻസിൻ്റെ അമ്പും വില്ലും എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ഞാൻ പിന്നെ പണ്ട് ഇതിൽ എക്സ്പീരിയൻസ് ആണ്, പക്ഷെ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം നമുക്ക് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. ഇതിപ്പോൾ സമ്മാനം കിട്ടുമോ എന്തെങ്കിലും? സമ്മാനമൊന്നുമില്ല അല്ലേ? അപ്പം അൻസിൻ്റെ അമ്പെയ്ത്ത് മത്സരത്തിലേക്ക് എടുക്കാം. ബ്രോ ഇതെങ്ങനെയാ സംഭവം? ആ മാക്സിമം വലിക്കുക. ഓക്കെ. ആ പെട്ടിക്ക് ആ ഇതിലേക്ക് അടിക്കണ്ടേ? അങ്ങനെ വളരെ സ്ലോലി പോ അടി. ഒരാൾക്ക് എത്ര ഷോട്ട്? 2 ഷോട്ട്. താങ്ക് യു. നിന്റെ അടുത്ത് ആയിക്കോട്ടെ. അനുസിന്റെ നെക്സ്റ്റ് ട്രൈ ആണ്. അഞ്ച് ഇതിലേക്ക് വിളിക്കാൻ അഞ്ചാ അത്ര അങ്ങനെ പോലെ നല്ല വലിച്ചു. അതിന്റെ അടുത്ത് വരെത്തി. എടാ മാക്സിമം വിളിക്കാം അല്ലേ? അത്ര വലിച്ചാലും ഇല്ല. ഇത് കുട്ടിയെ ഒന്നുമില്ല. മറ്റുള്ള വിടുമ്പോ എന്തെങ്കിലും പ്രശ്നം? ഇതെങ്ങനെ പിടിക്കേണ്ടത്? കയറാണ് പിടിക്കേണ്ടത് അല്ലേ? ഓക്കെ, കയറാട്ടോ പിടിക്കണ്ടേ? ആ അപ്പൊ ഓക്കേടാ. അനുസേ അവിടെ ഷൂട്ട് അവിടെ കൊടുക്കും. ഞാൻ എന്തായാലും ഇത് കൊള്ളിക്കും. ഉറപ്പ്. അതിന്റെ അപ്പുറം പോയി ഞാൻ കൊള്ളൂല അല്ലേ? അപ്പൊ താങ്ക് യു. ഒന്ന് ട്രൈ കാണിച്ചോ. ഇത് നീ കൊള്ളിക്കണ്ട അതെയാ? സസ്യോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രോന്റെ പേരെന്താ? സൂരജ് ബ്രോ വളരെ സാഹസികമായി ട്രൈ ചെയ്തിരിക്കുകയാണ്. വാ പൊടി കിട്ടോ. 1 സെക്കൻഡ്. സൂരജ് ബ്രോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ബ്രോ. ഇത് നമ്മുടെ നിങ്ങൾ സമ്മാനിലേക്ക് നമ്മുടെ സമ്മാനമുണ്ട്. എന്താ സംഭവം എന്നറിയോ? അൻസിപ്പാരെ വിളിക്കുന്നറിയോ? അവൻ്റെ ബൈക്ക് വീണു. നമ്മളിവിടെ ഉള്ളത് 900 കണ്ടി. അൻസിൻ്റെ വണ്ടി ഉള്ളത് പിന്നെ കണ്ണൂർ ജില്ല തളിപ്പറമ്പിൽ. അപ്പോൾ എങ്ങനെയാ ഇത് മനസ്സിലായത് അറിയോ? അട്ടണ്ടാ കൊടുത്തു കൂടിപ്പോയി ഒന്ന് കാലിൽ ഒന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അത്രയും മുത്തേ പാട മുത്തേ പാട മുത്തേ കിട്ടി. വളരെ സാഹസികമായി ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അട്ട കടിച്ചു. കണ്ടോ? സാനിറ്റൈസർ നിന്റെ കൈക്ക് അടിച്ചോ? ആ മറ്റേ ചപ്പോട്ടപ്പം എൻ്റെ കൈക്ക് മുള്ളറച്ചു. അനുസേ നിന്റെ ഇത് പറഞ്ഞു കൊടുത്തേ. നിനക്കിപ്പോ എങ്ങനെ മനസ്സിലായ ഈ വണ്ടി നിന്റെ അവിടെ വീണത്? അതൊന്നുമില്ല, മെസ്സേജ് വന്നു. അതെങ്ങനെ? സാധാ അവര് ഫോൾ ഡൗൺ ആയിക്കഴിഞ്ഞാല് അതെ ട്രാക്കർ യൂസ് ചെയ്തിട്ടല്ലേ? ട്രാക്കർ അജാസ് സർവീസ് സെന്റർ ഇതുണ്ട്, അത് ട്രാക്കർ ഉപയോഗിച്ച് നമുക്ക് മെസ്സേജ് ഇവിടുന്ന് കിട്ടും. മെസ്സേജ് ഓൺലൈൻ. അതിന് എത്ര റേറ്റ് ഒക്കെ? അതിന് 1200 പെർ ഇയറിൽ മാത്രമേ സബ്സ്ക്രിപ്ഷൻ ഉള്ളൂ. എല്ലാ ബൈക്കിനും ചെയ്യാൻ പറ്റൂലേ? എല്ലാ ബൈക്കിനും ഫിറ്റ് ചെയ്യും. ഒരു 3000 അതോ 4000 റേഞ്ചിലെ സാധനം കിട്ടുന്നുണ്ട്, അവൈലബിൾ ഉണ്ട്. നീ ഉപയോഗിക്കാൻ എത്ര വർഷമായി? ഞാൻ ഒരു ബൈക്ക് 2 വർഷം ഉപയോഗിക്കുന്നു. അടിപൊളി സാധനം. ആക്സിഡന്റ് എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യും. ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഏറുമാടം കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. ഏറുമാടം ശരിക്കും നല്ല ഹൈ വ്യൂ ആണ്, നല്ല ടോപ്പിലാണ്. അത് നമ്മൾ പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ ഫുള്ള് തിരക്കാട്ടോ. തിരക്കുള്ളത് കൊണ്ട് നമ്മളോട് ബ്രോ പറഞ്ഞു മുകളിൽ പോയിക്കൊന്ന് പറഞ്ഞു. പബ്ജി കളിച്ചിട്ട് അനുസരിച്ച് പബ്ജി കയറുന്നല്ലോ എല്ലാട്ടി. ഇത് കയറിക്കോ. 25 സ്റ്റെപ്പാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. 26, 27 ടോട്ടല് എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 50 സ്റ്റെപ്പ് എങ്ങനെ ഉണ്ടാവും. വാ പൊടി വ്യൂ ആയിട്ടാ, നല്ല ഹൈ വ്യൂ ആണ്.
ഇതന്നെയാ തോന്നുന്നു ശരിക്കും ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് കാണുന്നത് ആയിരിക്കില്ലേ. അതുപോലെ ഇവിടെ വന്നാൽ നമുക്ക് കാണാനുള്ള ഒരു പിന്നെ 2 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്, പിന്നെ ഒന്ന് നമ്മുടെ പിന്നെ ഇതാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത്. പിന്നെ ഇതാണ് ഈ നമ്മുടെ എന്താണ് സെൽഫ് ഫോട്ടോ പോയിൻ്റ് എന്ന് പറയും. കാരണം നല്ല ഹൈ വ്യൂ ആണ്. ഇതാ വ്യൂ എങ്ങനെ ബാക്ക് കറക്റ്റ് കാണുന്നില്ല എന്ന് തോന്നുട്ടാ. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മളൊരു 3-4 മാസം മുൻപ് ഒരു ആനക്കാംപൊയിൽ കള്ളാട് എന്നൊക്കെ പറഞ്ഞൊരു ടണൽ ഓപ്പൺ ആക്കുന്നുണ്ട്, ഒരു തുരങ്കം ഓപ്പൺ ആക്കുന്നുണ്ട് എന്നുള്ളതൊരു ന്യൂസ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആ ടണൽ വരുന്നത് ഈ എന്താടാ 900 കണ്ടീൻ്റെ ഈ വഴിവരി കേട്ടോ. ഇത് ഈ വഴിവരിയാണ് പിന്നെ തുരങ്കം വരുന്നത്. മാത്രമല്ല പിന്നെ ആ തുരങ്കത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താ പറയുക, ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് ആനത്തലവട്ടോ ആനക്കാംപൊയിലേക്ക് 4 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല. പോകണമെങ്കിൽ ഫോറസ്റ്റിൻ്റെ പെർമിഷൻ എടുക്കണം. റോഡില്ല, ഓഫ് റോഡാണ്. പക്ഷേ ഫോറസ്റ്റിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റൂ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലോഗറും ഈ ന്യൂസൊന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് താഴെയുണ്ട്, ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്ന എൻട്രൻസിലുണ്ട്. ഇവിടെ നമ്മുടെ ഈ സീ വ്യൂ പാർക്കിലും ഉണ്ട് ഗ്ലാസ് ബ്രിഡ്ജ്. പിന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും പ്യുവർ ഗ്ലാസ്സാണ്, ഗ്ലാസ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷേ വലിയ സംഭവമായിട്ട് കാണാനൊന്നുമില്ല എന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ താഴെ ഫൈബറിൻ്റെതാണ്. അത് 10 മീറ്ററേ ഉള്ളൂ. ഇത് കുറച്ച് അധികം നീളമുണ്ട്. അപ്പം ഇതിന് നമുക്ക് വരികയാണെങ്കിൽ നിങ്ങൾ താഴെ നിന്ന് സ്പെൻഡ് ചെയ്യാതെ മാക്സിമം ടോപ്പിൽ കയറിയിട്ട് ഇവിടെ ഈ സീ പാർക്കിൽ തന്നെ വരിക. ഇവിടെ ആകുമ്പം ഫാമിലിക്കാണെങ്കിലും സ്കൈ പാർക്ക് ഫാമിലിക്കാണെങ്കിലും റൈഡേഴ്സിനാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയത് ഇവിടെ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മൾ അനസ് ബ്രോ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറുകയാണ്. അടിപൊളിയല്ലേ അനസേ? വാവ്, പൊളി വ്യൂ ആട്ടാ. നമുക്ക് അവിടുന്ന് കാണുന്ന ഫീൽ അല്ല കേട്ടോ ഇവിടെ അല്ലേ. നിങ്ങൾ വ്യൂ നോക്കിയാട്ടെ, എൻ്റെ പൊന്നെ. ശരിക്കും പറഞ്ഞാൽ വെറുതെ അല്ല കേട്ടോ ആൾക്കാർ ഇവിടെ കയറിയാൽ ഇറങ്ങാട്ടെ. ഈ ജർക്കിങ് നോക്കിയേ, ജർക്കിങ് ചെറിയൊരു ആട്ടമുണ്ട്. അത് ആൾക്കാർ കയറുമ്പോൾ നമ്മൾ പുറത്ത് നിന്ന് അവിടെ നിന്നിട്ട് നോക്കുമ്പോൾ നമ്മൾ നമ്മൾ വിചാരിക്കും ഇവിടെ കയറി എന്ത് ഇത്രയ്ക്ക് കാണാനില്ലേ, നമുക്ക് ഇത്ര സമയം നമുക്ക് വേണ്ട. 5 മിനിറ്റ് ഒരാൾക്ക് ഒരു ടീമിന് 5 മിനിറ്റാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും 5 മിനിറ്റ് നമുക്ക് വേണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ വന്നാലേ നമുക്ക് മനസ്സിലാവും കേട്ടോ 5 മിനിറ്റിൽ കൂടുതൽ നമുക്ക് ഇവിടെ നിൽക്കാൻ തോന്നും. പിന്നെ ഇത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടീമാണെങ്കിൽ. പിന്നെ ഫാമിലിക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നഷ്ടമാവില്ല. ഫാമിലിക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എല്ലാ സംഭവങ്ങളും ഉണ്ട്. റിലാക്സ് ചെയ്യാനും മീൻസ് പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകുന്ന അങ്ങനത്തെ ടീം ഇവിടെ വരാതിരിക്കാനല്ല. ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വരിക, ഒരു ഹാഫ് ഡേ ഇവിടെ തന്നെ ചിലവഴിക്കലാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾ ആ വ്യൂ ശരിക്കും ഒന്ന് കണ്ടാക്കി. ഇത് കേരള ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ, നമ്മുടെ കർണാടക ഫോറസ്റ്റ് ഒന്നുമല്ല. പിന്നെ ഇതിൻ്റെ ബാക്കിലാണ് ചേമ്പ്ര പീക്ക് വരിക. ഈ മല വഴിയാണ് പിന്നെ നമ്മുടെ 3 മാസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ തുരങ്കം വരുന്നത്. തുരങ്കത്തിൻ്റെ ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പണി നിലവിൽ ഇപ്പം നടന്നിട്ടില്ല. അപ്പോൾ അത് എന്താ അവസ്ഥയെന്ന് അറിയില്ല. അത് വരികയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും, കുറച്ചുകൂടി ടൂറിസ്റ്റ് വിഭാഗത്തേക്ക് വരാനുള്ള സാധ്യതകൾ കൂടും. അപ്പോൾ നിങ്ങൾ 900 കണ്ടീൻ്റെ നല്ല വിശേഷങ്ങളും അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ 900 കണ്ടി എങ്ങനെയാണെന്നുള്ളത്. കുറേ യൂട്യൂബേഴ്സ് എന്തൊക്കെയോ പിന്നെ പറഞ്ഞിട്ടുണ്ട്. ആരും കുറ്റപ്പെടുത്തല്ല കേട്ടോ, ഒരാളുടെ ഓരോ എൻജോയ്മെൻറ്റ് ഒപ്പീനിയൻ അങ്ങനെയാണ് ഓരോ ആൾക്കാരുടെ. ചില ആൾക്കാർ പറഞ്ഞു ഇത് ഭയങ്കര മോശമാണ്, വന്നിട്ട് ഒരു കാര്യമില്ല, ഫുള്ള് ബോറാണ്, പക്ക ബോറാണ്. പക്ഷേ നമുക്ക് പറയാനുള്ളത് ഫാമിലി ആയിട്ട് വന്നാലും ഇനി റൈഡായിട്ട് വന്നാലും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓഫ് റോഡ് നമ്മൾ ആഗ്രഹിച്ചിട്ട് വന്നാൽ മാത്രമുള്ള ഓഫ് റോഡ് ഇവിടെ ഇല്ല, ഫുള്ള് കോൺക്രീറ്റ് റോഡാണ്. പിന്നെ ഓഫ് റോഡ് കുറച്ച് ഓഫ് റോഡുകൾ മാത്രമേ ഉള്ളൂ. എല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ട് എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട്. ഓഫ് റോഡ് മൊത്തത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ആക്കി വെച്ചിട്ടുണ്ട്. കാരണം 2 ടയറിന് പോകാൻ വേണ്ടിയിട്ട് മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതിലൊക്കെ കൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെയും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്.